ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം. അത് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എത്ര എളുപ്പമാണെന്നറിയോ? നമുക്ക് ഗോതമ്പ് പൊടി എടുത്തിട്ട് അത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ച് ഉരുളകളാക്കി എടുക്കുക. അതൊക്കെ കാണിക്കുമ്പം ലെങ്ത് കൂടിപ്പോയാലോ എന്ന് കരുതിയിട്ടാണ്, വീഡിയോയുടെ ലെങ്ത് കൂടുമല്ലോ എന്ന് കരുതിയിട്ടാണ് കുഴയ്ക്കുന്നതൊന്നും കാണിക്കാതിരുന്നത്. അപ്പം അതിൽ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ നമ്മളത് പരത്തിയെടുക്കുക. നന്നായിട്ട് നല്ലപോലെ നേർത്ത് പരത്തിയെടുത്ത് എല്ലാ ആവശ്യവും തുല്യ തിക്നെസ് വരുന്ന രീതിയിലേക്ക് അത് നല്ലപോലെ പരത്തിയെടുക്കുക. വളരെ നേർത്തിരിക്കുന്നതാണ് നല്ലത്. വളരെ കട്ടി കൂടുമ്പം അത് കഴിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ വളരെ നേർത്ത രീതിയിലെടുത്തിട്ട് വേണം എന്നിട്ട് അത് മുറിച്ച് ചെറിയ പീസുകളാക്കുക. നീളത്തിൽ ആദ്യം അരിഞ്ഞിട്ട് അതിനെ വീണ്ടും ചെറുതാക്കി ഓരോ പീസുകളാക്കി മുറിച്ചെടുക്കുക. അങ്ങനെ എല്ലാ ഉരുളകളും നമുക്ക് എത്ര പേരുണ്ടോ വീട്ടിൽ അതിനനുസരിച്ച് വേണം ഗോതമ്പ് പൊടി എടുത്തിട്ട് ഉരുളകളാക്കി എടുക്കാൻ. ചപ്പാത്തിക്ക് ഇതിപ്പോൾ 4 എണ്ണം എടുത്ത് 4 ചപ്പാത്തിയുടെ കണക്കാക്കി എടുത്ത് ഇവിടെ 3 ആളുകളേ ഉള്ളൂ കഴിക്കാൻ. വൈകിട്ട് സ്കൂളിൽ നിന്ന് പിള്ളേർ വരുമ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഓരോന്നും ഓരോ ചെറിയ പീസുകളാകുന്ന രീതിയിൽ എത്രയും തിക്നെസ് കുറഞ്ഞിരുന്ന് വലിപ്പം കുറഞ്ഞിരുന്ന അത്രയും നല്ലതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് അത് മുറിച്ച് എടുക്കുക. അങ്ങനെ എല്ലാം അതുപോലെ ഒന്നേപോലെ അരിഞ്ഞെടുക്കുക. ഉണ്ടല്ലോ, ഈ രീതിയിലിരിക്കണം. ഇതിനേക്കാൾ ചെറുതായാൽ അത്രയും നല്ലത്, വേകുന്നതിനൊക്കെ എളുപ്പമാണ്. എന്നിട്ട് നമ്മളൊരു ആവി കയറ്റി എടുക്കുന്ന പാത്രത്തിലേക്ക് ഒരു വാഴയില വയ്ക്കണം. തമ്മി കൂട്ടി ആ പാത്രത്തിൽ മുട്ടി ഇളകി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളതുകൊണ്ടൊരു വാഴയില അടിയിലിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇതിനെ വാരി വെച്ച് നന്നായിട്ട് വേകുന്നത് വരെ ഒന്ന് ആവി കയറ്റുക. കണ്ട് ഇഷ്ടമാകുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്ലേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇച്ചിരി നേരം എടുത്തത് കൊണ്ട് അവ ഒന്നിച്ചായതാണ്. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. ഇളക്കിയിട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് ഇതങ്ങ് സെറ്റാവും. അപ്പോൾ അതുകൊണ്ട് വളരെ നല്ലതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് ഇതരിഞ്ഞ് വെച്ചിട്ട് ഒത്തിരി നേരം ഒന്നും ഇരിക്കരുത്. അങ്ങനെ ഇരിക്കുന്നതോറും ഇത് സെറ്റാവും, തന്നെ അങ്ങ് കൂടി ചേർന്ന് പോകും. ഇതിപ്പോൾ എല്ലാം കൂടെ തട്ടിയിട്ട് ഒന്ന് ആവി കയറ്റി നന്നായിട്ട് വേവിച്ചിടുക. ഇതാണ് ഇത്രയും നല്ല രീതിയിൽ വെന്ത് കിട്ടണം. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് നമുക്കുള്ളൊരു പാൻ വെച്ചിട്ട് സവാള, ഉള്ളി, അതുപോലെ പച്ചമുളക്, കറിവേപ്പില, ഉണക്കമുളക്, അതുപോലെ തന്നെ വെളിച്ചെണ്ണ, കടുക്. ആദ്യമായിട്ട് കടുക് താളിക്കുക. ഒരു 2 സ്പൂണോളം കണക്കാക്കി വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് 1/2 സ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പം നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന സവാള അതിലേക്കിട്ട് ഒന്ന് വഴറ്റാം. ആദ്യം കടുക് താളിക്കാം. ഉണക്കമുളക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതെല്ലാം കൂടി മൂത്ത് വരുന്ന സമയത്ത് അടുത്ത സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്.
സവാള ഒരു ഗോൾഡൻ നിറമാകുന്നത് വരെ നമുക്കതിനെ ചിക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനകത്തേക്ക് ആവശ്യമായ ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ഒന്നുകൂടെ പെട്ടെന്ന് കുക്കായി കിട്ടും. എന്നിട്ട് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് നല്ലപോലെ ചിക്കി അതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ വരുന്ന മുളക് പൊടി, ഒരു ഇച്ചിരി ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത്, വെജിറ്റബിൾ മസാലയാണെങ്കിൽ അതായാലും മതി, അതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ പീസുണ്ടല്ലോ അതങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. വളരെ പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. അത് അരിഞ്ഞൊക്കെ എടുക്കുന്ന സമയത്തൊരു ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പെട്ടെന്ന് ചെയ്യാം. കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. വരുമ്പോഴത്തേക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാനുള്ള ഒരു ഈവനിങ് സ്നാക്സായിട്ടും അത്താഴത്തിന് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കാം. ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കി സമയം കളയുന്നതിനേക്കാൾ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. വളരെ ടേസ്റ്റിയുമാണ്, നല്ല മണവുമാണ്, കഴിക്കാൻ നല്ല ഇഷ്ടം തോന്നും ആർക്കും. ഒന്ന് ചെയ്ത് നോക്കണേ. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഇൻസ്വാ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒന്ന് കഴിച്ച് നോക്കട്ടെ. ഒന്ന് ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.